കർണാടക സർക്കാർ കേരള സർക്കാർ നടത്തിയ സമരത്തിന് പിന്തുണ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കർണാടക സർക്കാർ നടത്തിയത് വേറെ സമരമാണ്. ആ കാര്യത്തിലുള്ള ആ കോസിൽ കേരളത്തിലെ പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട്. ഞങ്ങളെ 18 എംപിമാരും കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കൊടുത്ത മെമ്മോറാണ്ടത്തിലും ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലും 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ 2.5% നികുതി വിഹിതം ഉണ്ടായിരുന്നത് 1.92 ആക്കിയതിന് ഞങ്ങൾ എതിർക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവരുടെ കൂടെ പോവാത്തതിന്റെ കാരണം പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും ഇവർ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന വേറെ കേസ്, ഡൽഹി പറയുന്നത് വേറെ കേസ്, കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ്. പരസ്പര വിരുദ്ധമാണ്. 57,800 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ്, പച്ചക്കള്ളമാണ്. അത് ഊതിപ്പെരിപ്പിച്ച കണക്കാണ്. ആ കണക്ക് ഞങ്ങൾ പൊളിച്ചതാണ് നിയമസഭയിൽ വെച്ച്. ഇവരുടെ നികുതി പിരിവിലുണ്ടായ പരാജയം, ഇവരുടെ ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം. ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് കേന്ദ്ര അവഗണന. അത് ഇവർ 10ാം ധനകാര്യ കമ്മീഷനെയും 15ാം ധനകാര്യ കമ്മീഷനും തമ്മിൽ താരതമ്യപ്പെടുത്തി കിട്ടിയ കുറവാണ് പറയുന്നത്. 10ാം ധനകാര്യ കമ്മീഷൻ ഉണ്ടായത് 1995. 14ാം ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷനാണ്. കർണാടക സമരത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന അതാണ്. പിന്നെ അവർക്ക് അവിടെ വരൾച്ചയാണ്. 90% ജില്ലകളിലും വരൾച്ചയാണ്. വരൾച്ച ദുരിതാശ്വാസം കിട്ടിയിട്ടില്ല. മാത്രമല്ല അവർ 8 മാസത്തിനിടയിൽ 4 സുപ്രധാനമായ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത്. 2000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ കൊടുക്കുന്ന പരിപാടി ഉൾപ്പെടെയുള്ള 4 സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച പരിപാടി നടത്തിയത്. ഇവിടെ പെൻഷൻ പോലും കൊടുക്കാത്ത സർക്കാരാണ്. പെൻഷൻ പോലും 5 മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. ജീവനക്കാർക്ക് പണം കൊടുത്തിട്ടില്ല. ആർക്കും പണം കൊടുക്കുന്നില്ല. കരാറുകാർക്ക് പണമില്ല. വികസന പ്രവർത്തനങ്ങളില്ല. സാമൂഹ്യക്ഷേമ പരിപാടികളില്ല. എന്നിട്ട് വീണ്ടും കടമെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത്. സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് കടമെടുപ്പിന്റെ പരിധി ഉണ്ടാകരുതെന്നാണ്. ഇവരെ കടമെടുപ്പിന്റെ പരിധിയും കൂടി മാറ്റിയാൽ ഇവരെ എവിടെ പോയി നിൽക്കും കേരളം? അത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ ഇവർ തള്ളിയിട്ട്, എന്നിട്ട് ഞങ്ങൾ ഇത് നേരത്തെ പറഞ്ഞതല്ലേ, ഞങ്ങളൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതാണോ? 2020 കേരളത്തിലെ പ്രതിപക്ഷം ഇറക്കിയ ധവളപത്രം, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇറക്കിയ ധവളപത്രം, ഇതിൽ പ്രവചനാത്മകമായി ഞങ്ങൾ പറഞ്ഞതല്ലേ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം. ഞങ്ങളുടെ നറേറ്റീവ് 4-5 വർഷമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ ധനപ്രതിസന്ധിയെക്കുറിച്ചുള്ള കൃത്യമായ ഓർമ്മപ്പെടുത്തലുകളാണ്. തിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. സർക്കാരിന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാ കുഴപ്പത്തിലേക്കും ചെന്ന് ചാടി അവസാനം നിലയില്ലാ കയത്തിലേക്ക് കേരളം പോവുകയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പോയിട്ട് ഒരു സമരം നടത്തിയിട്ട് ഇതെല്ലാം എവിടെ പോയി? 5 കൊല്ലമായല്ലേ ഈ ധനകാര്യ കമ്മീഷൻ പ്രവർത്തിക്കുന്നു. 5 കൊല്ലമായല്ലേ ഈ ധനകാര്യ കമ്മീഷൻ 1.92 ആക്കിയിട്ട്. ഈ ധനകാര്യ കമ്മീഷന്റെ കാലാവധി തീരുവാണ്. ഇത്രയും നാൾ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിന്റെ മുമ്പിൽ. എവിടെയായിരുന്നു സമയം? അപ്പൊ ഇപ്പോ നിലയില്ലാ കയത്തിൽ പെട്ടുപോയപ്പോൾ, നിവൃത്തിയില്ലാതായപ്പോൾ ജനങ്ങളെ നുണ പറഞ്ഞ്, കള്ളം പറഞ്ഞ് 1000 വട്ടം നുണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് തന്ത്രം, ഇവരുടെ തന്ത്രം. ഇവർ നേരത്തെ ഉണ്ടാക്കിയല്ലോ 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കൊടുത്തില്ല. പച്ചക്കള്ളമായിരുന്നു ഞങ്ങൾ നിയമസഭയിൽ തെളിയിച്ചില്ലേ? അതുപോലത്തെ ഒരു കള്ളമാണ് ഈ 57,800 കോടി രൂപ. അത് ഞങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയം വേണ്ട.